നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ ആണ്ടുവിശേഷം അതിപ്രശസ്തമാണ്. മച്ചാട് മാമാങ്കം, മച്ചാട് വേല, മച്ചാട് കുതിരവേല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ആണ്ടുവിശേഷമാണിത്. ഉത്രാളിക്കാവിലമ്മയും ഇവിടെ കുടികൊള്ളുന്ന അമ്മയും സഹോദരിമാരാണ് എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ അതിപ്രശസ്തമായ ഒരു ആണ്ടുവിശേഷമായ മച്ചാട് മാമാങ്കത്തിന്റെ ഗരിമ സൂക്ഷിക്കുന്ന ഈ ദേവി ക്ഷേത്രത്തെ കുറിച്ച് നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം. തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ അകലെയായി മച്ചാട് എന്ന അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്ര ഉപദേശക സമിതിയാണ്. തലപ്പള്ളി താലൂക്കിൽപ്പെട്ട തെക്കുംകര, കരുമത്ര, വിരുപ്പാക്ക, മണലിത്തറ, മംഗലം, പാർലിക്കാട് എന്നീ 6 ഗ്രാമങ്ങളുടെ തട്ടകത്തമ്മയാണ് മച്ചാട് തിരുവാണിക്കാവിലമ്മ. കാവ് സമ്പ്രദായത്തിൽ തുടങ്ങി പിന്നീട് ക്ഷേത്ര മാതൃകയിലേക്ക് മാറിയ ഏകദേശം 800 വർഷങ്ങളുടെ പൗരാണികത അവകാശപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ കുടപ്പുറത്തേറി എഴുന്നള്ളി ഇവിടെ എത്തിച്ചേർന്ന ഭഗവതിയാണ് കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. കോങ്ങാട്ട് നായർ എന്നൊരു ദേവീ ഉപാസകൻ പണ്ട് കൊടുങ്ങല്ലൂരമ്മയെ ദർശിച്ച് തിരിച്ചു വരുന്നേരം അദ്ദേഹത്തിൻ്റെ ഓലക്കുടപ്പുറത്തേറി ഭഗവതി കൂടെ പോന്നുത്രേ. ഓലക്കുടയുടെ പുറത്ത് ദേവി സാന്നിധ്യം ചെയ്തതും അദ്ദേഹത്തിന് ദിഗ്ഭ്രമം ഉണ്ടാവുകയും സ്വന്തം ദേശത്തേക്ക് പോകുന്നതിനു പകരം ഇവിടെ മച്ചാട് എത്തിച്ചേരുകയും ചെയ്തു. സന്ധ്യാസമയമായതിനാൽ എങ്ങോട്ട് പോകണം എന്നറിയാതെ നിന്ന അദ്ദേഹത്തിന് പാലിശ്ശേരി തറവാട്ടിലേക്ക് വഴി കാണിച്ചു കൊടുത്തത് ഒരു ഹരിജൻ യുവാവായിരുന്നു. പാലിശ്ശേരി തറവാടിൻ്റെ മച്ചകത്ത് ഓലക്കുട വെച്ച് കുളിക്കാൻ പോയ കോങ്ങാട്ട് നായർ പിന്നീട് തിരിച്ചു വന്നില്ല. ഓലക്കുട തിരിച്ചെടുക്കുവാൻ പറ്റാതെയായപ്പോൾ പാലിശ്ശേരി തറവാട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടെ പ്രശ്നം വെച്ച് നോക്കുകയും ദേവീ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്തു. അങ്ങനെ അരീക്കര ഇല്ലത്തെ ഇളയത് വന്ന് ദേവിയെ മച്ചകത്ത് പ്രതിഷ്ഠിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്നും ഓലക്കുടപ്പുറത്തേറി ഈ ദേശത്തു വന്ന് പാലിശ്ശേരി തറവാടിൻ്റെ മച്ചകത്ത് കുടികൊണ്ട ആ ദേവീ സാന്നിധ്യം മച്ചാട് തിരുവാണിക്കാവിലമ്മ എന്ന പേരിൽ പ്രശസ്തയായി. ആ മച്ചകം നിലനിന്ന സ്ഥലമാണ് ഇന്നത്തെ ശ്രീകോവിലുള്ളത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഭഗവതിയുടെ ദർശനം പടിഞ്ഞാറ്റാണെങ്കിലും വടക്കേ നടക്ക് ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നുണ്ട്. നാലമ്പലത്തിനകത്ത് ചെറിയ ശ്രീകോവിലും നമസ്കാര മണ്ഡപവുമുണ്ട്. ഗോളകം ചാർത്തിയിട്ടുള്ള വാൽക്കണ്ണാടി പ്രതിഷ്ഠയിൽ പരിലസിക്കുന്ന ജഗൽ ജനനി പ്രവഹിപ്പിക്കുന്ന ശക്തി ചൈതന്യ സ്ഫുരണങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അത്രയും ആകർഷണവും ചൈതന്യവും ഈ ദേവീക്ഷേത്രം പങ്കുവയ്ക്കുന്നുണ്ട്. ആദ്യ ഊരാളന്മാർ പാലിശ്ശേരി തറവാട്ടുകാരും പിന്നീട് ഊരാളസ്ഥാനം ആവണപ്പറമ്പ് മനയ്ക്കും വന്നു ചേർന്നുത്രേ. അപ്പോഴാണ് പരദേശ ബ്രാഹ്മണരായ എമ്പ്രാന്തിരിമാർ ക്ഷേത്ര പൂജാരിമാർ ആയി ഇവിടെ എത്തിയത് എന്ന് പറയപ്പെടുന്നു. തന്ത്രം പാലിക്കാട്ടിരി ഇല്ലത്തിനാണ്. നാലമ്പലത്തിനു പുറത്ത് ക്ഷേത്രപാലനും സർപ്പക്കാവുമുണ്ട്. വടക്കേ നടയിലുള്ള പ്രതിഷ്ഠ ദേവി ഉപാസകനായിരുന്ന ഒരു വെളിച്ചപ്പാടിൻ്റെ സങ്കല്പമാണ് എന്ന് ഇവിടുന്ന് പറഞ്ഞു കേട്ടു. മച്ചാട് മാമാങ്കം, തിരുവാണിക്കാവ് വേല, മച്ചാട് കുതിരവേല, മച്ചാട് വേല എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ആണ്ടുവിശേഷം അതീവ വ്യത്യസ്തമാർന്ന ആചാരാനുഷ്ഠാനങ്ങളാലും പരമ്പരാഗത ചടങ്ങുകളാലും ഒക്കെ അതിസമ്പന്നമാണ്. കുംഭസംക്രാന്തി നാളിൽ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ മുളകൾ കെട്ടിയുണ്ടാക്കിയ കവാടം സ്ഥാപിക്കുന്ന കൂറയിടൽ എന്ന ചടങ്ങോടെ മാമാങ്കത്തിന് തുടക്കമാവുന്നു. ക്ഷേത്രത്തിൻ്റെ പുറത്ത് ദേശത്തുള്ള തച്ചനാണ് കൂറയിടുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പറ പുറപ്പാടിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്.
കുംഭത്തിലെ 30 വെള്ളിയാഴ്ച രാത്രി അത്താഴപൂജയ്ക്ക് ശേഷമാണ് പറ പുറപ്പെടുന്നത്. കോമരം ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിലും ദേവിയുടെ പ്രതിപുരുഷനായി പറയെടുപ്പിന് ദേശം തോറും സഞ്ചരിക്കുന്നത് ഭഗവതിയെ ആദ്യം പ്രതിഷ്ഠിച്ച, ആദ്യം പൂജിച്ച അരീക്കര ഇല്ലത്തെ ഇളയതുമാരാണ്. ഭഗവതിയുടെ പ്രതിപുരുഷനെ കഴുത്തിലേറ്റുവാൻ അവകാശമുള്ള എടുപ്പന്മാരുടെ തോളിലേറിയാണ് ഇളയത് ദേശം തോറും സഞ്ചരിക്കുന്നത് എന്നത് ഈ ക്ഷേത്രത്തിനു മാത്രം അവകാശപ്പെട്ട വ്യത്യസ്തതയാണ്. വെളുപ്പ്, ചുവപ്പ്, കറുപ്പ് നിറങ്ങളിലുള്ള പട്ടുകളും ഭഗവതിക്ക് ചാർത്തിയ മാലയും കഴുത്തിലണിഞ്ഞ് കാലിൽ ചിലമ്പും കയ്യിൽ വാളുമായി എടുപ്പന്മാരുടെ തോളേറിയ ഇളയതും മറ്റു പരിവാരങ്ങളും കുത്തുവിളക്കിൻ്റെയും കൊമ്പ്, കുഴൽ വാദ്യങ്ങളുടെയും അകമ്പടിയോടെ പറകൊള്ളുവാനായി ഗ്രാമവീഥികളിലൂടെ യഥാർത്ഥത്തിൽ ഓടുകയാണത്രേ ചെയ്യുക. 3 വർണ്ണത്തിലുള്ള പട്ടുകളിൽ തൂവെള്ള നിറം ഭഗവതിയുടെ വിദ്യാസ്വരൂപത്തെയും, ചെമപ്പ് ഐശ്വര്യത്തെയും, കറുപ്പ് ശത്രുസംഹാരിണി എന്ന ഭാവത്തെയും സൂചിപ്പിക്കുന്നു. ഭഗവതി ആദ്യം ഇവിടെ എത്തിയപ്പോൾ വഴി കാണിച്ചു കൊടുത്ത ഹരിജൻ സമുദായത്തിൽ നിന്നാണ് ആദ്യത്തെ പറ സ്വീകരിക്കുന്നത്. ഈ ദേശവാസികൾ എത്ര രാത്രിയായാലും തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ എതിരേൽക്കുവാനായി നിറപറയും നിലവിളക്കുമായി ഭക്തിയോടെ കാത്തിരിക്കുന്നു. പറ പുറപ്പാട് എന്ന ഈ ചടങ്ങിന് ദാരികനെ വധിക്കുവാനായി ഭദ്രകാളി തൻ്റെ വാഹനമായ വേതാളത്തിൻ്റെ പുറത്തേറി നടത്തുന്ന പടപ്പുറപ്പാടിൻ്റെ സങ്കല്പമാണുള്ളത്. മായാവിയായ ദാരികാസുരനെ നിഗ്രഹിക്കുവാനായി ശിവപുത്രിയായ ഭദ്രകാളി അശ്വത്തിൻ്റെ കരുത്തും വേഗതയും ദാരികൻ്റെ രക്തം പാനം ചെയ്യുവാൻ ശക്തിയുമുള്ള അശ്വവേതാളത്തെ സൃഷ്ടിച്ചുത്രേ. ഭദ്രകാളിയുടെ വാഹനമായ ഈ അശ്വവേതാളത്തിൻ്റെ സങ്കല്പമാണ് മാമാങ്കത്തിന് പങ്കെടുക്കുന്ന കുതിരകൾക്കും കൽപ്പിച്ചു പോരുന്നത്. 30 വെള്ളിയാഴ്ച പറ പുറപ്പെട്ട് കഴിഞ്ഞു വരുന്ന ആ 5-ാം ദിവസം, അതായത് ചൊവ്വാഴ്ചയാണ് മച്ചാട് മാമാങ്കം നടക്കുന്നത്. ഗംഭീരമായി അലങ്കരിക്കപ്പെട്ട കുതിരവേലകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഗ്രാമീണ കലാരൂപങ്ങളും അന്ന് അരങ്ങേറുന്നു. നാടൻ കലകൾ, ഹരിജൻ വേല, ദേശപ്പാന, പാനപ്പാട്ട്, പകൽപ്പൂരം, കലാസാംസ്കാരിക പരിപാടികൾ, വാദ്യമേളഘോഷങ്ങൾ, പഞ്ചവാദ്യം, വെടിക്കെട്ട് എന്നിങ്ങനെ ഒത്തിരി പരിപാടികൾ ഉത്സവത്തിനെ വേറിട്ടതാക്കുന്നു. ബുധനാഴ്ച മാമാങ്കം സമാപിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി വടക്കുഭാഗത്തുള്ള കൂത്തുമാടത്തിൽ അരങ്ങേറുന്ന തോൽപ്പാവക്കൂത്ത് 7 ദിവസം ഉണ്ടാവാറുണ്ട്. ക്ഷേത്രത്തിന് പുറംതിരിഞ്ഞുള്ള കൂത്തുമാടം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അവിടെ അരിത്തട്ടിലിരുന്നാണ് ദേവി കൂത്തു കാണാറുള്ളത് എന്നാണ് വിശ്വാസം. പറപ്പുറപ്പാട് കഴിഞ്ഞു വരുന്ന 7-ാം ദിവസം നടക്കുന്ന 7-ാം പൂജ ഉച്ചതിരിഞ്ഞ് പകലാണ് നടക്കാറുള്ളത്. പണ്ട് ഇവിടെ മൃഗബലി ഉണ്ടായിരുന്നുവത്രേ. ഇപ്പോൾ ചുവപ്പും കറുപ്പും ഗുരുതിയാണ് നടക്കുന്നത്. ഇങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത ചടങ്ങുകളാൽ സമ്പന്നമായ മച്ചാട് മാമാങ്കം എന്ന വിസ്മയ ആണ്ടുവിശേഷം ഈ ദേശത്തിൻ്റെ മഹോത്സവമായി നാട്ടുകാർ ആഘോഷിക്കുന്നു. അർച്ചനകൾ, നിവേദ്യങ്ങൾ, പൂജകൾ എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകൾ ഇവിടെയുണ്ട്. 10-ാം ഉദയം വിശേഷമാണ്. ക്ഷേത്രത്തിനെക്കുറിച്ച് ആധികാരിക രേഖകൾ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ലാത്തതിനാൽ വാമൊഴികളെയാണ് പ്രധാനമായും ആശ്രയിച്ചിട്ടുള്ളത്. ക്ഷേത്ര സംബന്ധിയായ എല്ലാ അറിവുകളും പറഞ്ഞു തരുവാൻ മനസ്സ് കാണിച്ച അരീക്കര ഇല്ലത്തെ ശ്രീ കൃഷ്ണകുമാർ ഇളയതവർകൾക്കും ക്ഷേത്രം ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഗ്രാമവും മച്ചാട് മാമാങ്കം എന്ന ആണ്ടുവിശേഷത്തിൻ്റെ അത്ഭുതം പങ്കുവയ്ക്കുന്ന ഈ പുരാതന ക്ഷേത്രവും എല്ലാറ്റിനും ഉപരിയായി ഇവിടെ ഭക്തരെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചുകൊണ്ട് പരിലസിക്കുന്ന പ്രപഞ്ചമാതാവിൻ്റെ ദിവ്യദർശനവും അതീവ പുണ്യം നിറഞ്ഞ ദിവ്യാനുഭവങ്ങൾ തന്നെയാണ് സമ്മാനിച്ചത്. ഇത്തരം ഗ്രാമീണത വെളുത്തുളുമ്പുന്ന ക്ഷേത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും എല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കണം. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ പുണ്യം തന്നെയാണ്. ഈ പുണ്യഭൂമിയെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വാക്കുകൾ ആ അമ്മയ്ക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു.
മച്ചാട് തിരുവാണിക്കാവിൽ കുടികൊള്ളുന്ന ജഗൽജനനി നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവീ നമഃ. അമ്മേ ശരണം, ദേവീ ശരണം.